മുനമ്പം ഭൂമി ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തതിൽ തൽക്കാലം സമരപരിപാടികൾ വേണ്ടെന്ന് സമരസമിതി തീരുമാനം. മുഖ്യമന്ത്രി വി.ഡി. സതീശനുമായി സമരസമിതി കൂടിക്കാഴ്ച നടത്തും. അനുകൂലമായ തീരുമാനം സർക്കാരിൽ നിന്നും ഉണ്ടാകുമെന്നാണ് സമരസമിതിയുടെ പ്രതീക്ഷ. വഖഫ് ബോർഡിനെ പിരിച്ചുവിടണമെന്നും മുഖ്യമന്ത്രിയോട് സമരസമിതി ആവശ്യപ്പെടും. തങ്ങൾ കരമടയ്ക്കുന്ന ഭൂമി ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാനാകില്ല എന്നാണ് മുനമ്പം നിവാസികളുടെ നിലപാട്. നിതിൻ സേവ്യർ ചേരുന്നു. നിതിൻ, മുനമ്പം നിവാസികൾ എന്തായാലും അവരുടെ ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. ഇത് വളരെ വേഗത്തിൽ പരിഹരിക്കാൻ കഴിയുമെന്ന ഒരു പ്രശ്നമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇപ്പോൾ കാലതാമസം നേരിടുന്നു എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. എന്തായാലും മുഖ്യമന്ത്രിയുമായി ചേർന്ന് ആലോചിച്ച് മതി തുടർ നടപടികൾ എന്ന തീരുമാനത്തിലാണോ സമരസമിതി? തീർച്ചയായും അങ്ങനെയാണ് കരുതേണ്ടത്. അതായത് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് LDF സർക്കാർ ഇറങ്ങിപ്പോകുന്ന വഴിക്ക് എട്ടിന്റെ പണി തന്നിട്ട് പോയി 10 മിനിറ്റ് കൊണ്ട് തീർക്കേണ്ട ഒരു പ്രശ്നമായിരുന്നു. അത് അങ്ങനെ തീർക്കാതിരിക്കാനാണ് LDF സർക്കാർ ശ്രമിച്ചതെന്നാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പറഞ്ഞത്. ഏതായാലും മുനമ്പം സമരസമിതി അംഗങ്ങൾ കഴിഞ്ഞ ദിവസം എറണാകുളം DCC ഓഫീസിലെത്തി MLA DCC പ്രസിഡന്റായ മുഹമ്മദ് ഷിയാസുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. മുഖ്യമന്ത്രിയുമായി അടുത്ത ദിവസങ്ങളിൽ ഇവർ കൂടിക്കാഴ്ച നടത്തും. അതിനുള്ള തയ്യാറെടുപ്പ് നിലവിൽ നടത്തുകയാണ്. മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിൽ മുഴുവൻ പ്രതീക്ഷയുണ്ട് എന്നാണ് ഈ സമരസമിതി പറയുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ സമര പരിപാടികളിലേക്ക് തൽക്കാലം കടക്കേണ്ടതില്ല എന്നും സമരസമിതി പറയുന്നുണ്ട്. ഇനി ഏതെങ്കിലും സാഹചര്യത്തിൽ അവർക്ക് അനുകൂലമായ ഒരു നിലപാടല്ല അല്ലെങ്കിൽ അങ്ങനെ ഒരു തീരുമാനമല്ല വരുന്നതെങ്കിൽ അവരുടെ സമരസമിതി കൂടി ആലോചിച്ച് സമര പരിപാടികളിലേക്ക് പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും തങ്ങൾ കരമടച്ച് താമസിക്കുന്ന ഭൂമി എങ്ങനെയാണ് ഉമ്മീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാനാവുക എന്നാണ് അവർ ചോദിക്കുന്നത്. ഒരു കാരണവശാലും തങ്ങൾ ഭൂമിയിൽ നിന്നും ഇറങ്ങിപ്പോകില്ല. തങ്ങളെ നിർബന്ധിച്ച് ഇറക്കി വിട്ടാൻ ശ്രമിച്ചാൽ തങ്ങൾ ആത്മഹത്യക്ക് ശ്രമിക്കും, കടലിൽ ചാടി ആത്മഹത്യ ചെയ്യും തുടങ്ങിയ കാര്യങ്ങളാണ് അവർ കഴിഞ്ഞ ദിവസം നമ്മളോട് പറഞ്ഞത്. ഏതായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ ഉമ്മീദ് പോർട്ടലിൽ ഭൂമി രജിസ്റ്റർ ചെയ്തു, വഖഫ് ബോർഡ് ഭൂമി രജിസ്റ്റർ ചെയ്തു എന്ന വാർത്ത പുറത്തു വന്നതിന് പിന്നാലെയാണ് വലിയ ആശങ്ക ഈ കാര്യത്തിൽ ഉണ്ടാകുന്നത്. ഇതിൽ പക്ഷേ ഇത് സാധാരണ നടപടി മാത്രമാണെന്നാണ് കഴിഞ്ഞ ദിവസം വഖഫ് ബോർഡ് ചെയർമാൻ TK ഹംസ പറഞ്ഞത്. ഇത് മുഖ്യമന്ത്രി ആരോ തെറ്റിദ്ധരിപ്പിച്ചതാണെന്നും സുപ്രീം കോടതി 2 മാസം മുൻപ് തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവ് പുറത്തു വന്നിട്ടുണ്ടെന്നുമാണ് TK ഹംസ പറയുന്നത്. ഇതിൽ രാഷ്ട്രീയ പ്രാധാന്യം കൂടി ഒരുപാട് വരുന്നുണ്ട്. പ്രത്യേകിച്ച് LDF സർക്കാർ ഈ വിധി ഇത്തരത്തിൽ കോടതിയിൽ നിന്നും ഒരു വിധി വരാതിരിക്കാനാണ് ശ്രമിച്ചതെന്നാണ് കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് P. രാജീവ് അടക്കമുള്ളവർ പറഞ്ഞത്. പക്ഷേ ഏത് സാഹചര്യത്തിലാണ് ഉമ്മീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുന്ന കാര്യത്തിൽ P. രാജീവ് ഒരു കൃത്യമായൊരു മറുപടി കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുമില്ല. ഏതായാലും വലിയ ആശങ്ക ഇവിടുത്തെ ജനങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുമായൊരു കൂടിക്കാഴ്ച നടത്താനാണ് ഇപ്പോൾ നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ദീപികയും ഇതിൽ വലിയ വിമർശനം ഉന്നയിച്ചു. ദീപികയുടെ മുഖപത്രത്തിൽ സർക്കാരിനും ഒപ്പം തന്നെ വഖഫ് ബോർഡിനുമെതിരെ വലിയ വിമർശനം ഉന്നയിച്ചിരുന്നു. ഇത് മതേതരത്തിന്റെ മുഖത്തടിക്കുന്ന ഒരു പരിപാടിയാണ് വഖഫ് ബോർഡ് കാണിച്ചതെന്നാണ് പറഞ്ഞത്. വഖഫ് ബോർഡിനെ പിരിച്ചുവിടണം എന്ന ആവശ്യം കൂടി സമരസമിതിക്കുണ്ട്. അതും അവർ മുഖ്യമന്ത്രിക്ക് മുന്നിൽ വെക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതായാലും നിലവിൽ സമര പരിപാടികളിലേക്കൊന്നും അവർ തൽക്കാലം പോകില്ല. മുഖ്യമന്ത്രിയുമായുള്ള ചർച്ചയിൽ പൂർണ്ണ പ്രതീക്ഷയുണ്ട്. തങ്ങൾക്ക് അനുകൂലമായ ഒരു തീരുമാനം വരും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോഴും സമരസമിതി ഉള്ളത്. നിതിൻ സേവ്യറാണ് വിശദാംശങ്ങൾ നൽകിയത്. ഉടൻ സമരമില്ല, ചർച്ച ആദ്യം നടക്കട്ടെ, അതിനുശേഷം എന്നുള്ള തീരുമാനത്തിലാണ് സമരസമിതി ഉള്ളത്.